അതുകൊണ്ടൊരു വേദനയുണ്ട്, സങ്കടമുണ്ട്. എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അതെനിക്ക് കാണിച്ചു തരിക, ഇല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു. എപ്പോഴും വൈദികരുമായിട്ടുള്ള ഒരു സൗഹൃദവും അച്ഛന്മാർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ ഞങ്ങൾക്ക് ചെറിയ നാളുകളിൽ മുതലേ നല്ല അനുഭവമായിട്ട് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ആരാണെങ്കിലും നമ്മൾ ജീവിക്കുമ്പോൾ തിന്മ ചെയ്യാതെ ഈശോയുടെ ഞാൻ പറയാമല്ലോ, ഞാൻ തെരുവിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നയാളാണ്. എൻ്റെ പേര് ജോയി, ഒഫീഷ്യൽ നെയിം മാത്യു എന്നാണ്. വീട്ടുപേര് ആറ്റുചാലിൽ. എൻ്റെ ഭാര്യയുടെ പേര് ആൻസി എന്നാണ്. എനിക്ക് 4 കുട്ടികളാണുള്ളത്. 4 പേരും ആൺകുട്ടികളാണ്. അതിൽ 3 പേര്, മൂത്ത 3 കുട്ടികൾ വൈദികരാണ്. മൂത്തയാൾ ക്ലരീഷ്യൻ സഭയിലാണ്. രണ്ടാമത്തെ ആൾ ചെറുപുഷ്പം സഭയിലാണ്, CST ആണ്. മൂന്നാമത്തെ ആൾ പാലാരൂപതയ്ക്ക് വേണ്ടി 2022 ഡിസംബർ മാസം 30-ാം തീയതി പട്ടം ലഭിച്ച് പൂഞ്ഞാറ് പള്ളിയുടെ കൊച്ചനായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. മൂത്തയാൾ അങ്കമാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ ചെയ്യുന്നു. രണ്ടാമത്തെയാൾ മൈസൂറിലാണ്. പിന്നെ നാലാമത്തെ കുട്ടി ജീമോന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ ആൾ ആയിരിക്കുന്നു. മോളുടെ പേര് ഡാലിയ എന്നാണ്. സ്കൂളിലാണ്, പുള്ളിക്കാരത്തെയും ടീച്ചറാണ്. ഇപ്പോൾ ഈ കണ്ടീഷനിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഈശ്വര വിശ്വാസത്തിൽ വളർന്നു. മാതാപിതാക്കന്മാരുടെ അടുത്ത് നിന്ന് എൻ്റെ അപ്പനാണെങ്കിൽ നല്ലൊരു ഈശോയോട് വലിയ സ്നേഹമുള്ള അപ്പനായിരുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സ്കൂളുകളിൽ പോകുന്ന ഒരു ശീലമായിരുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനായിരുന്നു. അതുതന്നെ അവർക്കൊരു വളർച്ചയുടെ കാലഘട്ടത്തിലും, ഇപ്പം ജിനോയൊക്കെ ആണെങ്കിൽ +2 പഠിക്കുമ്പോൾ പോലും പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് അത് ഒരു വലിയ അനുഗ്രഹമായി. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ വികാരിച്ചമാർക്കും ഈ കുട്ടികളുടെ ഈശോയോടുള്ള ആ സ്നേഹം അറിയാം. അതുകൊണ്ട് തന്നെ അവരും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലും എന്നും ഈശ്വര സന്ധ്യാപ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ വിശ്വാസ പരിശീലന രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടും അങ്ങനെ ഒരു ഫോർമേഷനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെങ്കിലും എല്ലാം കൂടെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണവും സകല വിശുദ്ധരുടെയും സംരക്ഷണവും ഞങ്ങളുടെ ഭവനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ വിശുദ്ധിയിൽ വളരാനായിട്ട് അതൊരു കാരണമായിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോയ്സ് ആറ്റുചാലിൽ, ക്ലരീഷ്യൻ സന്യാസ സഭയിലെ ഒരു വൈദികനാണ്. ഞാനിപ്പോൾ സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ അങ്കമാലിയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചു വരുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ തന്നെ ചിന്തിച്ചു തുടങ്ങിയത് എൻ്റെ പപ്പ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എപ്പോഴും എല്ലാ ദിവസങ്ങളിലും തന്നെ ഞങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടും പള്ളിയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തുവാനായിട്ടും ഈശോയുമായിട്ട് ഒത്തിരിയധികം ചേർന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ അവസരം ലഭിച്ചിരുന്നു. എപ്പോഴും വൈദികരുമായിട്ടുള്ള ഒരു സൗഹൃദവും അച്ഛന്മാർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ ഞങ്ങൾക്ക് ചെറിയ നാളുകളിൽ മുതലേ നല്ല അനുഭവമായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും കൂടുതലും സഭയോട് ചേർന്ന് ജീവിക്കുന്നതിനുമൊക്കെ ധാരാളമായിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 2004 ജൂൺ മാസം 6-ാം തീയതിയാണ് ഞാൻ ക്ലാരറ്റ് ഭവനിൽ മൈനർ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത്. നല്ലൊരു കാലഘട്ടമായിരുന്നു മൈനർ സെമിനാരി കാലഘട്ടം. ക്ലാരറ്റ് ഭവൻ വളരെ മനോഹരമായ ഒരു സെമിനാരിയാണ്. തീർച്ചയായിട്ടും ആ സെമിനാരിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ട് പോകുവാനായിട്ട് പോലും തോന്നിയാലാത്ത പോലെ ഒരു ഹൃദയബന്ധം ആ സ്ഥാപനവുമായിട്ട്, ആ സെമിനാരിയുമായിട്ട് ഏവർക്കും തോന്നിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലും എനിക്കും അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും അതിനുശേഷം മൈനർ സെമിനാരിയിലെ കാലഘട്ടത്തിലെ വൈദിക പരിശീലനത്തിന് ശേഷം
ഞാൻ 2007 മഹാരാഷ്ട്രയിലെ വാർധ എന്ന സ്ഥലത്തേക്ക് എൻ്റെ ഫിലോസഫി പഠനകാലത്തിനായിട്ട് ഞാൻ പോവുകയുണ്ടായി. ഫിലോസഫി തത്വശാസ്ത്ര പഠനത്തിന് ശേഷം 2011 ഞാൻ എൻ്റെ നൊവിഷ്യേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡാർജിലിംഗിൽ, നേപ്പാളിനടുത്തുള്ള ഡാർജിലിംഗ് എന്ന സ്ഥലത്താണ് എൻ്റെ 1 വർഷത്തെ പരിശീലനം നടത്തിയത്. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഒരു ആന്ധ്രയിലെ ബോർഡിങ്ങും ഒരു പള്ളിയും അടങ്ങുന്ന ക്ലാരിറ്റി വിഹാർ പെഞ്ചികൽപ്പെട്ട് ആദിലാബാദ് രൂപതയുടെ ഒരു മിഷൻ പ്രദേശമാണ്. അവിടെയായിരുന്നു എൻ്റെ റീജൻസി. അതിനുശേഷം ഞാൻ തിയോളജി പഠനത്തിനായിട്ട് കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിലാണ് ശേഷിച്ച 4 വർഷക്കാലങ്ങളിൽ എൻ്റെ വൈദിക പരിശീലനം ഞാൻ നടത്തി വരികയുണ്ടായത്. എൻ്റെ ഓർഡിനേഷൻ 2016 മെയ് മാസം 28-ാം തീയതിയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാലന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിനും മഹത്വം നൽകിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതിനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിൽ ആ ഒരു കടമ നിർവഹിക്കുവാനായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അനിയന്മാർ 2 പേരും എന്തുകൊണ്ട് മറ്റ് വ്യത്യസ്തമായിട്ടുള്ള കോൺഗ്രിഗേഷനിലേക്ക് പോയി എന്നുള്ളത്, ഇല്ലെങ്കിൽ രൂപതയിൽ ചേർന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിനെ നോക്കിക്കാണുന്നത് അത് ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്ന്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ദൈവവിളിയിലും ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബമാണ്. ഇപ്പോൾ 2002 ഞാൻ സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതുവരെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളിലെല്ലാം ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നടന്ന് എനിക്ക് ജോലിയിലെല്ലാം സപ്പോർട്ട് ചെയ്ത്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവരെൻ്റെ കൂട്ടത്തിൽ നടന്ന് സപ്പോർട്ട് ചെയ്ത്, അതിന് ശേഷം പശു വളർത്തലൊക്കെ ആകുമ്പോണ്ടല്ലോ, പശു വളർത്തൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. പശു വളർത്തലൊക്കെ ഉള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് പുല്ല് ചെത്തി, പശുക്കൾക്ക് പുല്ല് ചെത്തി ഇട്ട് കൊടുത്തിട്ട് സ്കൂളിൽ പോകും. അത്ര നല്ല, എല്ലാവർക്കും നല്ല മാതൃകയായിട്ട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വലിയ കാര്യം. അതെൻ്റെ ഈശോയുടെ ഒരു വലിയ കൃപയാകട്ടോ, എൻ്റെ കഴിവൊന്നുമല്ല, ഇതെല്ലാം ഈശോയുടെ കൃപയാണ്. ഈശോ ഞങ്ങളെ ഒത്തിരി സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഈശോയോട് ഭയങ്കര നന്ദി പറയുന്ന ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് എന്നും പറയാനായിട്ട് ഈ നന്ദി മാത്രമേ ഉള്ളൂ. ഇതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്കാണ് കൊച്ചിൻ്റെ പട്ടം കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ നിയമനം ലഭിച്ചത്. ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. അവിടെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ അവിടെ രാവിലെ 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന ആരംഭിച്ചാൽ 4:30 മണി വരെ ആരാധനയുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും അങ്ങനെയാണ്. എല്ലാവരും നമുക്ക് കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. വേദനാജനകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചെന്ന് പറഞ്ഞാൽ അത്രയും എല്ലാവരും അതെ, എല്ലാ പിള്ളേരും നല്ല മാതൃക മാത്രം കാണിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നവരാണ് ഞങ്ങളൊക്കെയും. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 46 വർഷം ഈ വിശ്വാസ പരിശീലന രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നലെ പോലും പോയി വികാരിച്ചനോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഡോക്ടർ തോമസ് കാലാച്ചിറയിലച്ഛനാണ്. PhD ബിരുദം ഉള്ള അച്ഛൻ ഞങ്ങളുടെ ഇടവക സേവനം ചെയ്യുക. വേറൊരു ഒരധികാരവും ആഗ്രഹിക്കാതെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് അങ്ങനെ ഒരു വികാരിച്ചനാണ് ഞങ്ങൾക്കുള്ളത്. ആ അച്ഛനോട് ഇന്നലെ ഞാൻ പള്ളിയിൽ കോമൺ ക്ലാസ് ആയിരുന്നു, എന്നെക്കൊണ്ട് അച്ഛൻ ക്ലാസ് എടുപ്പിച്ചത്. ഒത്തിരി സങ്കടത്തോടെയൊക്കെ ആണെങ്കിലും ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. എന്നാലും അച്ഛൻ പറഞ്ഞു അത് വേണ്ട, ജോയ് സാർ എടുക്കണമെന്ന് പറഞ്ഞു. ജോയ് സാർ ക്ലാസ് എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ അതുകൊണ്ടൊരു വേദനയുണ്ട്, സങ്കടമുണ്ട്. എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ല. എല്ലാം രൂപത നോക്കി നടത്തുന്നു, അത്രയേ ഉള്ളൂ.
ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ജോസഫ് ആറ്റുചാലിൽ അച്ഛനെ കുറിച്ച് ധാരാളമായിട്ട് നിങ്ങൾ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ പൂഞ്ഞാർ സെൻറ് മേരീസ് പരവനാപ്പള്ളിയിൽ വെച്ചുണ്ടായ അനിഷ്ട സംഭവത്തിൽ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ പരിക്കേൽക്കുകയും ഇപ്പോൾ പാലാ രൂപതയുടെ തന്നെ മാർസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വൈദ്യ ചികിത്സയിൽ ആയിരിക്കുകയുമാണ്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഏവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരുപാട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഞങ്ങൾക്ക് ഏവർക്കും അനുഭവവേദ്യമായ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് നോക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അതെനിക്ക് കാണിച്ചു തരിക, ഇല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു. ഈശോ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിനക്കത് കാണിച്ചു തരാം, ശരിയല്ലേ? ന്യായമായിട്ടും ഈശോ പറഞ്ഞതാ. അല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു, അതിന് കാരണം പറയണം. ശരിയാണ്. ഇതുമാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ആരാണെങ്കിലും നമ്മൾ ജീവിക്കുമ്പോൾ തിന്മ ചെയ്യാതെ ഈശോയുടെ ഞാൻ പറയാമല്ലോ, ഞാൻ തെരുവിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നയാളാണ്. നാളെ പോകും. ഞങ്ങൾ പല രൂപതയ്ക്കൊരു ടീമുണ്ട്, ഒരു തെരുവ് മിനിസ്ട്രി ഉണ്ട്. ആ തെരുവ് മിനിസ്ട്രിയുടെ വണ്ടിയാണ് എന്നെ മുറ്റത്ത് കിടപ്പുണ്ട്, സാറ് നോക്കിയോ. അപ്പോൾ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ പോയി നിന്ന് ഈ പറയുന്ന കോളനികളിലാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, ഈശോയെ പ്രസംഗിക്കുന്നത്. തെരുവിൽ മെയിൻ റോഡിൽ നിന്ന് ടൗണിൽ നിന്ന് പറയും. അപ്പം മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് ഈശോയെ അറിയാൻ. ഈശോ ആരാണെന്ന് അറിയത്തില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഞങ്ങൾ പ്രധാനപ്പെട്ട 5 ജില്ലകളിലാണ് പോവുക: കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട. ഈ ജില്ലകളിലെ ടൗണുകളിൽ ഞങ്ങൾ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ ടൗണുകളിൽ ഞങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ടൗണുകളിൽ നിന്ന് വിട്ട് കോളനികളിലേക്ക് പോകും. കാരണം എന്താണെന്നറിയോ, ടൗണുകളിലുള്ള മനുഷ്യരൊക്കെ പള്ളിയിലൊക്കെ പോകും. പക്ഷേ ഈ കോളനികളിലുള്ള മനുഷ്യർക്കൊക്കെ പണ്ടത്തെ പോലെയുള്ള ബസ് സൗകര്യങ്ങൾ പോലും ഇല്ല. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയത് ഈ ഇടുക്കി അടിമാലിക്കടുത്ത് 10-ാം മൈൽ സ്ഥലത്ത് ചെന്നിട്ട് ഒരു പോക്കറ്റ് റോഡേ, ഇവിടെ ഇടത് സൈഡിലേക്കുള്ളൊരു പോക്കറ്റ് റോഡേയാണ് കയറിപ്പോയത്. അപ്പോൾ അവിടെ മുഴുവൻ കോളനികളാണ്, നല്ല കോളനികൾ. ഇവിടെയൊന്നും ഈശോയെ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈശോയെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഇതായിരുന്നോ ഈശോ? പല രൂപതയുടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് ഞങ്ങളെ ആശീർവദിച്ച് വിട്ടതാണ്. ഞങ്ങൾ ചെന്ന് ആണ്ടിലൊരിക്കൽ ചെന്ന് പിതാവിൻ്റെ അടുത്ത് ചെല്ലും. പിതാവിൻ്റെ അടുത്ത് ചെന്ന് ആശീർവാദം വാങ്ങിയപ്പോൾ ഞങ്ങളോട് പിതാവ് പറഞ്ഞതെന്നറിയോ, നിങ്ങൾ ഒരു കാരണവശാലും ഈ ശുശ്രൂഷ നിർത്തരുത് എന്നാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വെള്ളമരുത്തുകളച്ഛൻ ഞങ്ങളെ ആശീർവദിച്ച് ഓരോരുത്തരെ സെപ്പറേറ്റ് ആശീർവദിച്ചാണ് ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വിടുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളേവരും ഈശോയ്ക്ക് ഇഷ്ടമനുസരിച്ച് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ വളർന്നു വരുവാനായിട്ടുള്ള ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.